നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു അല്ലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 സമാന്തര വരകളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നു അല്ലെ സമഭാഗം അസമഭാഗങ്ങളുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ചു, തുല്യ ത്രികോണം, ഒരു സമഭുജ ത്രികോണം വരച്ചു, അതേപോലെ ചതുരം വരച്ചു, സമചതുരം വരച്ചു എന്ന രീതിയിലൊക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ത്രികോണ ഭാഗം. നോട്ട്ബുക്കിൽ താഴെ എഴുതി വെക്കുക, ത്രികോണ ഭാഗം. ഞാൻ എന്തൊരു ത്രികോണം വരച്ചു, ആ ത്രികോണത്തിന്റെ പേര് കൊടുത്തു എ ബി സി എന്ന പേര് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ രണ്ട് ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക, ത്രികോണത്തിന്റെ മധ്യത്തിലായിട്ട് അടയാളപ്പെടുത്തി. ആ ഡിയിലൂടെ ഒരു നീട്ടിൽ വര വരച്ചു. അപ്പൊ എന്ത് സംഭവം, ഈ വര ഈ എ ബി എന്ന വരക്ക് സമാന്തരമായിട്ടാണ് വരച്ചത്, അല്ലെങ്കിൽ എ ബി എന്ന വര ഇതിന് അല്ലെ ഡിക്ക് സമാന്തരമായിട്ടാണ് വരച്ചത്. അപ്പൊ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, വീണ്ടും എ ബി കൂടി നീട്ടി സമാന്തര വര വരച്ച്, അതേപോലെ സി കൂടി സമാന്തര വരച്ചു. അപ്പൊ മൂന്നോ അതിൽ കൂടുതലുള്ള ഒരു സമാന്തര വരകളാണ് അപ്പൊ വരച്ചത്. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ വശങ്ങൾ തമ്മിൽ എന്തെയ്ക്കും, ഒരേ അംശബന്ധത്തിലായിരിക്കും എന്നാ പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, എ ഡി ഈ സൈഡും ഈ സൈഡും തമ്മിൽ എ ഡി ഈസ് ടു ഡി സി എന്ന് പറഞ്ഞാൽ അല്ലെ, ബി ഇ ഈസ് ടു ആരുമായിട്ട് സിഇയുമായിട്ട് ഒരേ അംശബന്ധത്തിലാണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? എന്താ ഇപ്പൊ കാട്ടിക്കൂട്ടിയത്, ഒരു ത്രികോണം വരച്ചു, ഡി അടയാളപ്പെടുത്തി, ഡിയുടെ നീട്ടൊരു വര വരച്ചു, എ ബിക്ക് സമാന്തരമായിട്ടാണ് ഡി എന്ന് പറയുന്നത്, അതുകൊണ്ട് സിയിലൂടെ ഒരു സമാന്തരം വരച്ചു. അപ്പൊ മൂന്നോ അതിൽ കൂടുതൽ വരകളായി അല്ലെ വന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന അംശബന്ധവും ഇവിടെ ഉണ്ടാവുന്ന അംശബന്ധവും തമ്മിൽ എന്തായിരിക്കും, തുല്യമായിരിക്കുമെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതൊന്ന് റിസൾട്ട് ആക്കി ഒന്ന് എഴുതാം. അപ്പൊ താഴെ ഒന്ന് എഴുതി വെക്കുക, ഇത്രയും കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏത് ത്രികോണത്തിലും ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റു രണ്ട് വശത്തെ ഒരേ അംശബന്ധത്തിലാണ് മുറിക്കുക. അഥവാ എ ഡി ഈസ് ടു ഡി സി സമം ബി ഇ ഈസ് ടു സിഇ എന്നാണ് കിട്ടി. ഇനി ഇതേപോലെ ഒന്നുകൂടി റിസൾട്ടും കൂടി ഉണ്ട്. എന്താണ്, ഒരു ത്രികോണത്തിലെ രണ്ട് വശങ്ങൾക്ക് ഒരേ അംശബന്ധത്തിൽ ഭാഗിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എ ബിയും അല്ലെ വര എന്താണ്, ഈ ഡി ഇത് എന്താണ്, ഒരു സമാന്തര വരയാണെന്ന് കണ്ടെത്തി. അപ്പൊ ഇവിടെ എന്താ നോക്കുക, നമുക്ക് എ ബിക്ക് സമാന്തരമാണ് ഡിയിലൂടെ. അപ്പൊ ഡിയും ഇയും എന്താണ്, ഇതിന്റെ മധ്യബിന്ദുവാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് നമ്മള് അല്ലെ, ഈ എ സിയുടെ മധ്യബിന്ദുവാണ് ഡിയും സി ബിയുടെ മധ്യബിന്ദുവാണ് ഇ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് പറയാം അല്ലെ, എ ഡി സമം ഡി സി എന്ന് പറയാം. അതേപോലെ ഇതിലും പറഞ്ഞൂടെ അല്ലെ, ബി സിയുടെ മധ്യബിന്ദുവാണ് ആര്, ഇ ആണ്. അപ്പൊ ബി ഇ സമം സി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എ ബി എന്ന നീളത്തിന്റെ പകുതി നീളമാണ് ആര് പറയുന്നത്, ഡി ഇ എന്ന് പറയുന്നത്. അപ്പൊ ഡി ഇ എന്ന് പറഞ്ഞാൽ എ ബിയുടെ പകുതി നീളം. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കണേ, റിസൾട്ട് ആക്കി എഴുതി വെക്കുക. എ ബിയുടെ പകുതി നീളം ആണ് ആര് വരുന്നത്, ഡി ഇ. ഇനി നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അപ്പോ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ ക്യു ആർ ന് സമാന്തരമാണ് എം എൻ, പി എം ഈക്വൽ ടു 6 സെന്റിമീറ്റർ, പി ക്യു സമം 10 സെന്റിമീറ്റർ, എം ക്യുവിന്റെ നീളം എന്ത്? ബി ക്വസ്റ്റ്യൻ പി എൻ ഈസ് ടു എൻ ആർ എന്താണ്? അപ്പൊ ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് തന്ന അളവ് ആരൊക്കെയാണ്, പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്, പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ പി ക്യു നമ്മൾ കാണാം അല്ലെ, എം ക്യൂയുടെ നീളം കാണാനാ പറഞ്ഞത്, ഈ നീളമാണ് കാണാൻ പറഞ്ഞത്. നമുക്കറിയാം പി ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ, എം ക്യു കൂട്ടണം പി എം ആക്കി എഴുതാം അല്ലെ. പി ക്യു എന്ന് പറഞ്ഞാൽ എം ക്യു കൂട്ടണം പി എം ആക്കി എഴുതാം. അപ്പൊ പി ക്യു എന്ന് പറഞ്ഞ എത്ര, ഇവിടെ 10 ആണ്. എം ക്യു നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പി എം 6 ആണ്. അപ്പൊ എം ക്യു സമം എന്തായി, 10 മൈനസ് 6 എന്ന് പറഞ്ഞ എത്രയായി, 4 സെന്റിമീറ്റർ. അപ്പൊ എം ക്യുവിന്റെ നീളം എത്ര കിട്ടി, 4 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. പി എൻ അംശബന്ധം അല്ലെ എൻ ആർ നോക്കണം. നമുക്കറിയാം ഇവിടെ കിട്ടി പി എമ്മും അതേപോലെ എം ക്യും കിട്ടി. പി എം എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്, എം ക്യു എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു റിസൾട്ട് ഉണ്ട്, എന്താണ് അല്ലെ, പി എം ഈസ് ടു അല്ലെ എം ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് തുല്യാണ് അല്ലെ, പി എൻ അംശബന്ധം എൻ ആർ ആണ്.
ഇവിടെ ഇതേ അളവ് തന്നെ ഇവിടെ എടുക്കണം. അപ്പൊ ഇവിടെ പി എം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പി എൻ അല്ലെ, ഇവിടെ പി എം എടുത്താൽ ഇവിടെ പി എൻ ആയിരിക്കണം. ഇവിടെ എം ക്യൂന് ഈ വശം എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തും അതേപോലെ വരണം. ഇവ തമ്മിൽ എന്താണ് തുല്യം അംശബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഈ ക്യു എ ആറും എം എന്നും പി കൂടി വരച്ചു കഴിഞ്ഞാൽ അല്ലെ മൂന്ന് അതിലധികമോ സമാന്തരമായി ചേർന്നാൽ ഇവ ഉണ്ടാകുന്ന അംശബന്ധങ്ങൾ എന്തായിരിക്കും, തുല്യമായിരിക്കും എന്ന് പറയാം. അപ്പൊ എന്തെന്ന് കിട്ടി, പി എൻ അംശബന്ധം എൻ ആർ എന്ന് പറഞ്ഞാൽ അല്ലെ പി എം ഈസ് ടു എം ക്യു ആണ്. അപ്പൊ പി എമ്മിന്റെ നീളം നമുക്കറിയാം 6 ആണ് അംശബന്ധം. എം ക്യൂവിന്റെ നീളം എത്രയാണ്, 4 ആണ് അല്ലെ. ഇപ്പൊ എം ക്യു എന്ന് കിട്ടി. ഇതിനെ ചെറുതാക്കാൻ പറ്റും. നമുക്ക് ആറിനെ എങ്ങനെ എഴുതാം, 3x2 ആക്കാം. 4നെ 2x2 ആക്കാം. അപ്പൊ എത്ര കിട്ടി അല്ലെ, 2 വെട്ടിപ്പോയപ്പോ 3:2. ഓർത്ത് വെക്ക, a:b പൊതുവായിട്ടുള്ള വെട്ടണം. 6നെ എന്ത് ചെയ്യണം, 3x2 ആക്കി. 4നെ 2x2 ആക്കി. അപ്പൊ 2 വെട്ടിപ്പോയി 3:2 ആക്കി മാറ്റി. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ പി ക്യു എന്ന വര ബി സിക്ക് സമാന്തരമാണ്. പി എ ഈസ്റ്റ് പി ബി സമം 2:3. എ ബി സമം 5 സെന്റിമീറ്റർ, എ ക്യു സമം 4 സെന്റിമീറ്റർ. ഒന്നാമത്തെ എ ക്യു അംശബന്ധം ക്യു സി എന്താണ്, ക്യു സിയുടെ നീളം എത്ര, എ ക്യു ഈസ്റ്റ് എ സി എന്താണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തു. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് എന്താണ് അല്ലെ, എ ക്യു ഈസ്റ്റ് ക്യു സി എത്രയാണെന്നാണ്. നമുക്കറിയാം ഇത് അല്ലെ, ഒരേ എ പിയും ക്യു ബിയും ഒരേ ആണെങ്കിൽ, മൂന്ന് അല്ലെങ്കിൽ വരകളാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് തമ്മിൽ അംശബന്ധം തുല്യമാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. തൊട്ട് മുമ്പ് അതേ പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ, ഇവിടെ എ ക്യു അംശബന്ധം ക്യു സി സമം ആരുമായിട്ട് തുല്യാണ്, പി എ ഈസ്റ്റു പി ബിയുമായിട്ട് എന്താണ്, തുല്യമാണ്. എന്ന് പറഞ്ഞാൽ എ ക്യു ഈസ്റ്റു ക്യു സി അത് ആരുമായിട്ട് തുല്യാണ്, പി എ ഈസ്റ്റു പി ബിയുമായിട്ട് തുല്യാണ്. പി എ ഈസ്റ്റു പി ബി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനില്. എത്രയാണ്, 2:3 ആണെന്ന് തന്നിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് എഴുതി. ഓക്കെ, ഒന്നുമില്ല. ഈ സൈഡത്തെ അംശബന്ധവും ഇവിടുത്തെ വരുന്ന അംശബന്ധവും തുല്യമാണ്. നമ്മൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട് ഈ ചാപ്റ്റർ, ഈ സെക്ഷൻ തുടങ്ങിയപ്പോ ആ റിസൾട്ട് ഉപയോഗിച്ച് ഞാൻ ചെയ്തു എന്നുള്ളൂ. ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ്, ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ക്യു സിയുടെ നീളം എത്ര. നമുക്ക് അറിയുന്ന നീളങ്ങൾ അംശബന്ധങ്ങൾ അറിയാം. പി എ അംശബന്ധം പി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2:3 ആണ്. അതേപോലെ എ ക്യു അംശബന്ധം ക്യു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് തുല്യാന്ന് പറഞ്ഞ നമ്മൾ പി എ ഈസ്റ്റു പി ബി ആണ്. ഇനി നമ്മൾ തന്നിട്ടുണ്ട് ഇവിടെ എ ക്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 4 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുക, എ ക്യു എന്ന് പറയുമ്പോൾ ഈ നീളമാണ് 4 സെന്റിമീറ്റർ. നമ്മോട് കാണാൻ പറഞ്ഞത് ക്യു സി ആണ്. ഈ നീളം എത്രയാണ് ചോദിച്ചത്. അപ്പൊ നമുക്ക് എ പിയുടെ അംശബന്ധം അറിയാം. എ പി ഇവിടെ 2 ആണ്. ഇവിടെ സെന്റിമീറ്റർ എഴുതരുത്, ഞാൻ ഇവിടെ 2 ഇട്ടു. അതേപോലെ ഇവിടെ എന്ത് ചെയ്തു, പി ബി എന്ന് പറഞ്ഞാൽ 3 ആണ്. ഈ 2 എങ്ങനെ 4 ആയി നോക്കുക. എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ് കിട്ടിയത്, ഒരു 2 കൊണ്ട് ഗുണിച്ചിട്ടല്ലേ 2നെ 4 ആക്കാൻ പറ്റിയത് അല്ലെ. 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4. അങ്ങനെയാണെങ്കിൽ ഈ 2 ഇതേപോലെ താഴോട്ട് ഇറക്കില്ല. അപ്പൊ 3 ഗുണിക്കണം 2 എന്ന് ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും, 6. അപ്പൊ ക്യു സി സമം എത്ര കിട്ടി, 3 ഗുണിക്കണം 2 സമം 6 സെന്റിമീറ്റർ. ഒന്നും കൂടി ഞാൻ പറയാണ്, ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പി എ ഈസ്റ്റു പി ബിയുടെ അംശബന്ധം എഴുതി, 2ഉം 3ഉം സെന്റിമീറ്റർ എഴുതുന്നില്ല. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എ ക്യൂയുടെ നീളം 4 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, അത് എടുത്ത് എഴുതി. അപ്പൊ നോക്ക, ഈ 2 ഇപ്പുറത്ത് എത്തുമ്പോൾ 4 ആയിട്ടുണ്ട്. എത്രയാണ് ആയത്, 2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 4 ആയത്. അതേപോലെ തന്നെ ഇവിടെ 3 ആണ്. അപ്പൊ ഇതിനെ 2നെ അതേപോലെ താഴെ ഇറക്കി 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ എത്ര ആയിരിക്കും, 6 ആയിരിക്കും. നമുക്ക് നോക്കാം അംശബന്ധം. 4:6 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ് അല്ലെ, 2:3 തന്നെയല്ലേ വരുന്നത്. അപ്പൊ ഈ അംശബന്ധം നമുക്ക് ശരിയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ശരിയായല്ലോ. ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലോജിക് ഉപയോഗിച്ചാൽ മതി, കുറെ സ്റ്റെപ്പ് ചെയ്യണ്ട. ഞാൻ ചെയ്തത് എ ക്യു ഇതിന്റെ നീളം എഴുതി 4 ആണെന്നും ഇവിടുത്തെ അംശബന്ധം എഴുതി. ഇവിടെ എന്താണ്, 2 ആണ്. 2 ഈ 2 എങ്ങനെ കിട്ടി, ഈ 2നെ 4ലേക്ക് എത്തിയ എത്ര കൊണ്ടാണ്, 2 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 4 കിട്ടിയത്. അപ്പൊ ഇവിടെ 2 കിട്ടും. ഈ 2 അതേപോലെ താഴെ ഇറക്കി 3 × 2 6. അപ്പൊ 6 സെന്റിമീറ്റർ ആണ്
വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? AQ ഈസ് ടു AC. നമുക്കറിയാം ഇവിടെ 4 സെന്റിമീറ്റർ നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എത്ര തന്നിക്കണ് അല്ലെ? ഈ QC എത്ര തന്നിക്കണ്? നമുക്ക് 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറഞ്ഞത് AQ ഈസ് ടു AC ആണ്. AC എന്ന് പറയുമ്പോൾ എന്താ അല്ലെ? AC ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ AQ കൂടി ആര് കൂട്ടുക? QC കൂട്ടുക. AQ എന്ന് പറഞ്ഞാൽ 4, QC എന്ന് പറഞ്ഞാൽ 6, 4 കൂട്ടണം 6 എന്ന് പറഞ്ഞാൽ 10. അപ്പൊ 10 സെന്റിമീറ്റർ ആണ് AC. അപ്പൊ ഈ അംശബന്ധം എഴുതുമ്പോ AQ ഈസ് ടു AC സമം AQയുടെ നീളം എത്രയാണ്? 4. ACയുടെ നീളം എത്രയാണ് അല്ലെ? ACയുടെ നീളം 10. AQയുടെ നീളം 4, ACയുടെ 4. നമുക്ക് 4നെ ഇനി എങ്ങനെ മാറ്റി എഴുതാം? 2 into 2. 10നെ എങ്ങനെ മാറ്റി എഴുതാം? 5 into 2. അപ്പൊ 2 2 വെട്ടിപ്പോയി, ബാക്കി ആരേ ഉള്ളൂ? 2:5 എന്ന അംശബന്ധത്തിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? ഒന്നുമില്ല, നമ്മുടെ ഇവിടെ അംശബന്ധം ചോദിച്ചത് AQ ഈസ് ടു AC ആണ്. അപ്പൊ AC മൊത്തം നീളം കിട്ടണം. മൊത്തം നീളം എന്ന് പറയുമ്പോൾ AQ പ്ലസ് QC ആണ്. AQ എന്ന് പറഞ്ഞാൽ 4 ആണ്, QC എന്ന് പറഞ്ഞാൽ 6 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്തു, എത്ര കിട്ടി? 10. അപ്പൊ 4:10 എന്ന് എഴുതി. അപ്പൊ 4ന് 2 into 2 എഴുതി, 10നെ 5 into 2. പൊതുവായിട്ട് 2 2 വെട്ടിപ്പോയി, ബാക്കി എത്രയേ ഉള്ളൂ? 2:5 എന്ന രീതിയിലേക്ക് വന്നു. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ PQ എന്ന വര BCക്ക് സമാന്തരമാണ്. PA സമം 2 സെന്റിമീറ്റർ, PC സമം 7 സെന്റിമീറ്റർ, AB സമം 6 സെന്റിമീറ്റർ, AC സമം 4.5 സെന്റിമീറ്റർ. PB യുടെ നീളം എത്ര? PB എന്ന് പറയുമ്പോ ഈ നീളം എത്ര? AP ഈസ് ടു PB അല്ലെ? AP ഈസ് ടു PB എന്താണ്? AQ ഈസ് ടു QC എന്താണ്? AQ യുടെ നീളം എത്ര? QC യുടെ നീളം എത്ര എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും അല്ലെ? PB യുടെ നീളം കാണാൻ പറ്റും. നമുക്കിവിടെ AP എന്ന് പറഞ്ഞാൽ 2 ആണെന്നും BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട് അല്ലെ? BC എന്ന് പറഞ്ഞാൽ 7 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ നോക്കാം. AB സമം അല്ലെ, പിന്നെ AB സമം എങ്ങനെ എഴുതിയാൽ നമുക്ക് അല്ലെ? AP കൂട്ടണം PB എഴുതാം. AB എന്ന് പറഞ്ഞാൽ 6 ആണ്, 6 സമം AP എന്ന് പറഞ്ഞാൽ 2 പ്ലസ് PB. അപ്പൊ PB സമം എന്ത് എഴുതി? 6 കുറക്കണം 2 പ്ലസ് 2ന്റെ സമത്തിനപ്പുറം പോകുമ്പോ കുറക്കണം. 6 കുറക്കണം 2 എന്ന് പറയുമ്പോ 4. അപ്പൊ 4 സെന്റിമീറ്റർ ആണ് ആര് വന്നത്? PB യുടെ നീളം വന്നത്. ക്ലിയർ ആയല്ലോ? നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. AB സമം AP പ്ലസ് PB. AP എന്ന് പറഞ്ഞാൽ 2, PB അറിയില്ല. AB എന്ന് പറഞ്ഞാൽ 6 നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 6 സമം 2 കൂട്ടണം PB. BB നെ നടന്നിട്ട് 2നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ -2 ആയി. 6ന്ന് 2 പോയാൽ 4. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണേ? AP ഈസ് ടു PB. AP എന്ന് പറഞ്ഞാൽ 2 ആണ്. PB നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു. എത്രയാണ് അല്ലെ? 4 ആണ് നമ്മൾ കണ്ടെത്തിയിരുന്നു. അത് എഴുതി. അപ്പൊ AP ഈസ് ടു PB സമം എന്തായി? AP 2, അംശബന്ധം PB 4. അപ്പൊ 2 നമുക്ക് എങ്ങനെ ഇടാം? 1 into 2 ആക്കാം. 4നെ 2 into 2. അപ്പൊ 2 2 വെട്ടിപ്പോയി, ബാക്കി ആരേ ഉള്ളൂ? 1:2 എണ്ണം അല്ലെ? ഈ 2 2 ബാക്കി 1, ഇവിടെ 2. അപ്പൊ 1:2 എന്ന അംശബന്ധത്തിലേക്ക് മാറ്റി. ഇതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? AQ ഈസ് ടു QC അല്ലെ? AQ ഈസ് ടു QC ആണ്. നമുക്കറിയാം ഇവ തമ്മിൽ അംശബന്ധം തുല്യമാണെന്ന് അറിയാം. ഏത്? PA ഈസ് ടു PB യുടെയും AQ ഈസ് ടു QC യുടെയും അംശബന്ധം എന്തായിരിക്കും? തുല്യമാണ് നമുക്കറിയാം. ഈസ് ടു PB അല്ലെ? PA ഈസ് ടു PB നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിരുന്നു. എത്രയാണ്? 1:2 ആണ്. അപ്പൊ അതന്നെയാണ് ആര് വരുന്നത്? AQ ഈസ് ടു QC യുടെയും നമുക്ക് എന്ത് ചെയ്യുന്നത്? അംശബന്ധമായി വരുന്നത്. അതിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ? AQ യുടെ നീളം എത്ര? അപ്പൊ നമുക്ക് കണ്ടെത്തിയിരുന്നു. ഇത് എന്താണ്? 2 സെന്റിമീറ്റർ ആണെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നെ ആര് കണ്ടെത്തിയിരുന്നു നമ്മള് അല്ലെ? PB എന്ന് പറഞ്ഞാൽ 4 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇത്രയും നമ്മൾ കണ്ടെത്തിയിരുന്നു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ആരാണ്? AQ യുടെ നീളം എത്രയാണെന്ന് ചോദിച്ചത്. അപ്പൊ ഇത് എത്ര മടങ്ങ് നമുക്കൊരു ഐഡിയ ഇല്ല. AQ യുടെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ താഴെ നിന്ന് എഴുതുക
എക്യുടെ നീളം സമം, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നോക്കുക, ഇവിടെ അംശബന്ധങ്ങൾ തമ്മിൽ തുല്യാവുമല്ലോ. അല്ലെങ്കിൽ നമുക്കറിയാം ഈ എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറഞ്ഞാൽ അംശബന്ധം എന്താണ് അല്ലെ? എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറഞ്ഞാൽ 1:2 ആണ് നമുക്കറിയാം. ഇനി എ സിയുടെ നീളം എന്ന് പറഞ്ഞാൽ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര? നീളം എന്ന് പറഞ്ഞാൽ 4.5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ക്യു ആണ്. എ ക്യൂടെ എത്രയാണ്? ഇവിടെ 1. ആ 1 ഇവിടെ എടുത്തെഴുതി ഹരിക്കണം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണേ, എഴുതാൻ പോകുന്ന ചെറിയ ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച ആ റേഷ്യോയിലേക്ക് അല്ലെങ്കിൽ അംശബന്ധത്തിലേക്ക് മാറ്റാൻ പോവാണ്. എ ക്യു ഇവിടെയാണ് കണ്ടുപിടിക്കുക. നമുക്ക് എ ക്യൂടെ നീളം ആയതുകൊണ്ട് എ ക്യൂടെ സ്ഥാനത്ത് വരുന്ന 1 എഴുതി ഈ രണ്ട് അംശബന്ധങ്ങൾ എന്ത് ചെയ്യുക? കൂട്ടുക. 1 കൂട്ടണം 2 ഗുണിക്കണം. ഈ മൊത്തം ലെങ്ത് ഇത് എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറയുന്ന ഈ ലെങ്ത് മൊത്തം നീളം എന്ന് പറഞ്ഞാൽ ആരാണ്? എ സി ആണ്. അപ്പൊ ഇൻറ്റു എ സി ചേർക്കുക. ഇങ്ങനൊരു റിസൾട്ട് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒന്നുകൂടി പറയാണ്, എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറഞ്ഞാൽ നമുക്ക് എ ക്യൂടെ നീളമാണ് കണ്ടുപിടിക്കണമെങ്കിൽ ആ 1 ആദ്യം എടുത്തെഴുതി ഹരിക്കണം. ഇത് രണ്ടും കൂട്ടുക. 1 കൂട്ടണം 2 ഗുണിക്കണം. ഇനി മൊത്തം നീളം എ ക്യു ഈസ് ടു ക്യു സി ആകുമ്പോൾ എ സിയുടെ നീളം എടുത്തു 4.5. അപ്പൊ 1/3 ഇൻറ്റു 4.5 അല്ലെ? എന്താ ചെയ്യാ? 4.5നെ എന്തുകൊണ്ട് ഹരിക്കുക? 3 കൊണ്ട്. 1 3 അല്ലെ? ഇവിടെ പോയിന്റ് ഇട്ടു. 15ൽ എത്രയും 5 3 15 ശിഷ്ടം 0. അപ്പൊ എത്ര കിട്ടി? 1.5 സെന്റിമീറ്റർ ആണ് എ ക്യൂടെ നീളമായിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇനി എഴുതാൻ പറ്റും. ക്യു സിയുടെ നീളം എന്താ? ക്യു സി ഇതാണ്. അപ്പൊ നമുക്ക് അംശബന്ധം അറിയാം. എ ക്യു ഈസ് ടു ക്യു സി എന്ന് പറഞ്ഞാൽ 1:2 ആണ്. അപ്പൊ ഞാൻ ഇവിടെ ക്യു സിയുടെ നീളം സമം എഴുതിയിരുന്നു. ക്യു സി ഇവിടെയാണ്. ഇതിന്റെ സംഖ്യ 2. അപ്പൊ 2നെ ആദ്യം എടുത്ത് ഹരിക്കണം. ഇത് തമ്മിൽ കൂട്ടുക. 1 കൂട്ടണം 2. ഇത് മൊത്തം നീളം എന്ന് പറയുമ്പോ എ സി ആണ്. ആ എ സി എടുത്ത് എഴുതി. അപ്പൊ എന്ത് വന്നു? 2/3 ഇൻറ്റു എ സിയുടെ നീളം 4.5 അല്ലെ? നമുക്കറിയാം 4.5നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നമ്മൾ തൊട്ട് മുമ്പ് എഴുതി വെച്ചിരുന്നു എത്രയാണ്? 1.5 എന്ന് എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങള് അല്ലെ? 4.5 ഗുണിക്കണം 2 0 ശിഷ്ടം 1 2 8 9. അപ്പൊ 0.9. അപ്പൊ 9/3 0.9 എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ്. 9/3 പറഞ്ഞാൽ എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് ആര് വന്നത്? ഈ ക്യു സിയുടെ നീളം. ഇത് നോക്ക്, ഇവിടെ ക്യു സി ആവുകൊണ്ട് ഇവിടെ 2 എടുത്തു. ആ 2 ആദ്യം എടുത്ത് എഴുതി. ഇപ്പൊ ഇത് രണ്ടും കൂട്ടി എഴുതി. ഇൻറ്റു ഗുണിക്കണം എ സി ആക്കി എഴുതി. ക്ലിയർ ആയല്ലോ? ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ? ചിത്രത്തിൽ എ ബി സി ഡി ഇ എഫ് എന്നീ വരകൾ സമാന്തരമാണ്. പി സി സമം 4 സെന്റിമീറ്റർ, സി ഇ സമം 2 സെന്റിമീറ്റർ, ബി ഡി സമം 6 സെന്റിമീറ്റർ ആകുന്നു. ഡി എഫ് എത്ര? പി എഫ് എത്ര? ഡി എഫ് എന്ന് പറയുമ്പോ ഈ നീളം എത്ര? പി എഫ് എന്ന് പറയുമ്പോ ഇത് മൊത്തം നീളം എത്ര എന്ന ചോദ്യം. അപ്പൊ നമ്മ തന്ന കാര്യങ്ങൾക്ക് എടുത്തെഴുതി. പി സി സമം 4 സെന്റിമീറ്റർ, സിഇ എന്ന് പറഞ്ഞാൽ 2 സെന്റിമീറ്റർ, പി ഡി സമം എത്രയാണ്? 6 സെന്റിമീറ്റർ. നമുക്കറിയാം ഈ അംശബന്ധവും തമ്മിൽ എന്താണ്? തുല്യമാണെന്ന് അറിയാം. അപ്പൊ എങ്ങനെ എഴുതാ? പി സി അംശബന്ധം സിഇ സമം പി ഡി അംശബന്ധം ഡി എഫ് ആണ്. ഓക്കെ, ഇത് അംശബന്ധാണ്. ഇത് സമമാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്കിത് മാറ്റി എഴുതാം. എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ A/B എന്നറിയാം അല്ലെ? നമുക്കിവിടെ എന്തറിയുന്നില്ല? ഈ സൈഡത്തെ അംശബന്ധം എത്രയും നമുക്ക് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാത്തത്. അല്ലെങ്കിൽ പി എഫിന് മൊത്തം നീളം അറിയാമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലം പോലെ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാമായിരുന്നു. ഇവിടെ എന്തില്ല? പി എഫിന്റെ നീളം നമുക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മളിപ്പോ പഴയ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. അപ്പൊ എ ഈസ് ടു ബി എന്നാണ് ഇവിടെ പി സി ഹരിക്കണം സിഇ ആയി മാറി, സമം പി ഡി ഹരിക്കണം ഡി എഫ് ആയി മാറി. ഇനി പി സിയുടെ നീളം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട് 4 ഹരിക്കണം സിയുടെ നീളം 2, പി ഡിയുടെ നീളം എത്രയാണ്? 6 തന്നിട്ടുണ്ട്. ഡി എഫ് അറിയില്ല, അതേപോലെ എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യാ? അല്ലെ, 4/2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 2 ആണ്. 2 സമം 6/DF.
അപ്പൊ എന്ത് ചെയ്യാ, ഡി എഫ് സമം എന്താക്കി എഴുതി അല്ലെ, 6/2 ആക്കി എഴുതാം. തിരിച്ചിട്ട് കഴിഞ്ഞാൽ 6/2 എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. ഇത് ചെറിയ ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ക്രോസ് ആയി ഗുണിച്ചാൽ മതി. അപ്പൊ എങ്ങനെ ക്രോസ് ആയി ഗുണിക്കുക അല്ലെ, നമ്മൾ എഴുതിയത് ഞാൻ ഇവിടെ ചെയ്ത 2 സമം എന്ത് ചെയ്യുന്നു അല്ലെ, 6/df ആണ്. തിരിച്ച് അങ്ങോട്ട് ഗുണിച്ചു, 2df സമം 6, df സമം 6/2 എന്ന് പറഞ്ഞാൽ 3. അപ്പൊ അതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു എന്നുള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2df സമം 6, df സമം 6/2. ഇനി പി എഫ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പി എഫ് ഡി അല്ലെ, പി എഫ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ, പി ഡിയും ആരൊക്കെ തമ്മിൽ ഡി എഫും തമ്മിൽ കൂടിയാൽ മതി. പി ഡി നമുക്ക് അറിയാം 6ആണ്, ഡി എഫ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 3ആണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക് അല്ലെ, പി എഫ് കിട്ടി. പി എഫ് സമം പി ഡി കൂട്ടണം ഡി എഫ്. പി ഡി എന്ന് പറഞ്ഞ എത്ര, 6. ഡി എഫ് എന്ന് പറഞ്ഞ എത്രയാണ്, ഇപ്പൊ തൊട്ട് മുമ്പ് കണ്ടെത്തി 3. കൂട്ടി എത്ര കിട്ടി, 9 സെന്റിമീറ്റർ ആണ് വന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, ഒന്ന് പഠിക്കുക. ചിത്രത്തിൽ കുത്തനെയുള്ള വരകൾ സമാന്തരങ്ങളാണ്. എ ആർ അംശബന്ധം ആർ പി അംശബന്ധം പി ബി സമം 1:2:2. എ എസും ടി എസും തമ്മിൽ എന്താണ്, തുല്യാണ്. ക്യു സി സമം ക്യു ടി ആണ്. ഒന്നാമത്തെ ത്രികോണം ടി എസ് ക്യൂയുടെ വശങ്ങളുടെ അംശബന്ധം എന്ത്, ടി, ഇവിടെ ടി എസ് ക്യൂയുടെ അംശബന്ധം ഉണ്ട്. എസ് ക്യു ഈക്വൽ ടു 6, ഇത് എത്ര, 6ആണ്. ആയാൽ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ത്, ഇത് ഈ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ത്, എ സിയുടെ നീളം എന്താണ് എന്ന ചോദ്യം. ഈ നീളം എന്താണ്? ഇപ്പൊ നമ്മോട് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ഒന്നാമത്തത് ടി എസ് ക്യൂയുടെ വശങ്ങളുടെ അംശബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്ന അളവുകൾ ആരൊക്കെയാണ്, എ എസും ടി എസും തമ്മിൽ തുല്യാണ്, ക്യു സിയും ക്യു ടിയും തമ്മിൽ തുല്യാണ്. അപ്പൊ എന്താണ്, എ എസും ആരൊക്കെ തമ്മിൽ തുല്യാണ്, ടി എസും തമ്മിൽ തുല്യാണ്. ക്യു സി അതുപോലെ അല്ല, ക്യു സി ആരുമായിട്ട് തുല്യാണ്, ക്യു ടിയുമായിട്ടും തുല്യാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മൊത്തം അംശബന്ധം എന്ന് പറഞ്ഞാൽ അല്ലെ, നമുക്കിവിടെ എ ആർ, ഇവിടെ ഈ എ ആർ എന്നതും ആർ പി എന്നതും പി ബിയും അംശബന്ധം തന്നെയല്ലേ ഈ വരകൾ തമ്മിൽ അംശബന്ധം എന്ന് പറഞ്ഞാൽ ഇത് ആരുമായിട്ട് ഈക്വൽ ആണ്, ഇതുമായിട്ട് ഈക്വൽ ആണ് അല്ലെ, ഇത് ആരുമായിട്ട് ഈക്വൽ ആണ്, ഇത്. അപ്പൊ ഇത് ഇവിടെ വരുന്ന അംശബന്ധം തന്നെയാണ് ഇതിന്റെ വരുന്ന അംശബന്ധവും. ഒന്നുകൂടി പറയാണ്, നമുക്ക് തന്ന അംശബന്ധം എ ആറും ഇതും തമ്മിൽ അംശബന്ധം തന്നെയാണ്, ഇതും തമ്മിലുള്ള അംശബന്ധം. നമ്മള് അല്ലെ ഒന്നാമത്തെ സെക്ഷൻ തുടങ്ങിയിരുന്നു, സമഭാഗങ്ങൾ, തുല്യ സമഭാഗങ്ങൾ എന്നാക്കുന്ന ഇത് പഠന ഇല്ല, ഇവിടെ എത്രയാണോ വരുന്നത് അതേ അംശബന്ധം തന്നെയാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ അംശബന്ധം തന്നെയായിരിക്കും ഇത്. ഇതുമായി തുല്യാകുമ്പോ ആരുമായിട്ട് തുല്യായിപ്പോ അല്ലെ, എ ആർ അല്ലെ, ആർ പി അംശബന്ധം പി ബി ആരുമായിട്ട് തുല്യാണ് അല്ലെ, എസ് ടി അംശബന്ധം എസ് ക്യു അംശബന്ധം ടി ക്യുമായിട്ട് തുല്യം എന്ന് പറഞ്ഞാൽ 1:2:2 എന്താണ്, തുല്യമാണ്. അപ്പൊ എന്ത് കിട്ടിയപ്പോ, ഈ ത്രികോണത്തിന്റെ അംശബന്ധം തന്നെയാണ് ഇവിടെ താഴെ വരുന്ന അംശബന്ധം കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, എസ് ക്യു സമം 6 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ എസ് ക്യു എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്. ആണെങ്കിൽ ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ത്? അപ്പൊ ഈ ത്രികോണം എസ് ടി ക്യൂയുടെ ചുറ്റളവ് എന്തെന്നാ പറഞ്ഞത്. ഇവിടെ നമുക്കറിയാം തൊട്ട് മുമ്പ് നമ്മുടെ ടി എസ് അംശബന്ധം ക്യു എസ് അംശബന്ധം ടി ക്യു നമ്മൾ എഴുതിയിരുന്നു. എത്രയാണ് അംശബന്ധം എഴുതിയത് അല്ലെ, 1:2:2 എന്ന് എഴുതിയിരുന്നു. ഇനി ഇവിടെ എസ് ക്യു എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ക്യു എസ് എന്ന് പറഞ്ഞ ഇവിടെ എത്രയായി, 6ആയി. അപ്പൊ 2 എങ്ങനെ 6ആയി നോക്കുക, എത്ര കൊണ്ടാണ് ആയത്, 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് 6ആയത്. അപ്പൊ എല്ലാത്തിനെയും 3:2 ഗുണിക്കുക 6, 3:1 ഗുണിക്കുക 3. ഒന്നുകൂടി പറയാണ്, ഇവിടെ 6 കിട്ടി, ഇവിടെ ഓൾറെഡി 2 ആയിരുന്നു അല്ലെ, ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആയിരുന്നു. ഈ 2 എങ്ങനെ 6ആയി, എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ്, 3 കൊണ്ട് ഗുണിച്ചിട്ടാണ്. അപ്പൊ 3:1 3, 3:2 6. അപ്പൊ അംശബന്ധം 3:6:6 എന്ന അംശബന്ധത്തിലേക്ക് വന്നു. അപ്പൊ 3:6:6 പൊതുവായിട്ട് 3 കൊണ്ട് ഹരിച്ചൂടെ.
അപ്പൊ വീണ്ടും വരിക 1:2:2 എന്ന അംശബന്ധത്തിൽ അല്ലെ. പൊതുവായിട്ട് ആരുകൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ? ഒരു 2 3 കൊണ്ട് എല്ലാത്തിനും പോകും. കാരണം എന്താ, 6 നമുക്ക് എങ്ങനെ എഴുതാം? 3:2 അല്ലെ. ഇവിടെയും താഴത്തെ 3:2, 3 എങ്ങനെ എഴുതാം? 1:3. അപ്പൊ എല്ലാത്തിലും ഒരു 3 വെട്ടിപ്പോയി 1:2:2 എന്ന അംശബന്ധത്തിൽ എഴുതാം. ഇതാണ് എഴുതേണ്ട രീതി ആലോചിക്കുക. ഇവിടെ 1 2 2 ആണ്. ഈ 2 3 ഇവിടെ 2 എങ്ങനെ 6 ആയി നോക്കുമ്പോ എത്ര കൊണ്ട് ഗുണിച്ചിട്ടാണ്? 3 കൊണ്ട് ഗുണിച്ചിട്ടാണ്. അപ്പൊ 2 × 3 6. അപ്പൊ അതേപോലെ തന്നെ 3 × 1 3, 3 × 2 6 എന്ന അംശബന്ധത്തിലേക്ക് മാറ്റി. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ പറഞ്ഞതാണ് ഈ ത്രികോണത്തിന്റെ ചുറ്റളവാന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 3 ഇത് മൊത്തം കൂട്ടുക. 3 കൂട്ടണം 6 കൂട്ടണം 6. അപ്പൊ എങ്ങനെ എഴുതാം? അപ്പൊ നമ്മൾ പറഞ്ഞത് ത്രികോണത്തിന്റെ ചുറ്റളവാണ് പറഞ്ഞത്. അപ്പൊ ത്രികോണത്തിന്റെ ചുറ്റളവ് സമം ത്രികോണത്തിന്റെ ചുറ്റളവ് സമം ആരൊക്കെയാണ്? SQ കൂട്ടണം TQ കൂട്ടണം TS എന്ന് പറഞ്ഞാൽ 6 കൂട്ടണം 6 കൂട്ടണം 3. 6 12 3 അല്ലെ. 12 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ചുറ്റളവായി വന്നത്. ഇനി അതിലെ C ക്വസ്റ്റ്യൻ എന്താണ്? C ക്വസ്റ്റ്യൻ AC യുടെ നീളം കണ്ടുപിടിക്കുക. അപ്പൊ ഇത് എത്ര കിട്ടി? നമുക്കിവിടെ 1 2 2 ആണ്. ഇത് 6 എന്ന് പറഞ്ഞു. നമുക്ക് ഇതും 3 കിട്ടി. ഇതും എത്ര കിട്ടി? 6 കിട്ടി. ഈ നീളവും തമ്മിൽ തുല്യം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എത്രയായി? 3 ആയി. ഈ നീളവും തമ്മിൽ തുല്യം എന്ന് പറഞ്ഞു. ഇതിപ്പോ എത്രയായി? 6 ആയി. നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. AS = TS എന്ന്, QC = S എന്ന് പറഞ്ഞു. അപ്പൊ AC യുടെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമുക്ക് തന്നത് AS ഉം TS ഉം തമ്മിൽ തുല്യാണെന്ന് പറഞ്ഞു. AS അപ്പൊ എത്രയായത്? 3 സെന്റിമീറ്റർ ആണ് കിട്ടിയത്. അതേപോലെ അല്ലെ QT യും അതേപോലെ QC യും തമ്മിൽ തുല്യാണ്. എത്രയാണ്? 6 സെന്റിമീറ്റർ. പിന്നെ SQ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ AC എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? AS പ്ലസ് SQ പ്ലസ് QC ആണ്. എന്ന് പറഞ്ഞാൽ 3 കൂട്ടണം 6 കൂട്ടണം 6 എത്ര കിട്ടി? 3 കൂട്ടണം 12 എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ ആണ് ഇതിന്റെ മൊത്തം നീളം. AC യുടെ നീളം എന്ന് പറയുന്നത്. ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 50 to 51. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെയുള്ള ചിത്രത്തിലെ പച്ച വര നീല ത്രികോണത്തിന്റെ വലതുവശത്തിന് സമാന്തരമാണ് അല്ലെ. ഈ വര ത്രികോണത്തിന്റെ ഇടതുവശത്ത് മുറിക്കുന്ന ഭാഗത്തിന്റെ നീളം കണക്കാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് പച്ചവര. പച്ചവര ഇടതുവശം എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ഇടതുവശം. അപ്പൊ ഇടതുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഈ സൈഡത്തെ ഇടതുവശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഈ നീളവും കണ്ടെത്തിയാൽ മതി. മൊത്തം നീളം നമുക്ക് 6 സെന്റിമീറ്റർ എന്ന് അറിയാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ കൊണ്ട് മാറ്റി വരച്ചു. ഞാനിവിടെ പേര് കൊടുക്കുകയാണ്. ABC എന്ന് പേര് കൊടുത്തു. ഈ ലൈൻ എന്ത് എടുത്തു? PQ എന്നും പേരും കൊടുത്തു. നമുക്ക് അറിയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്ത ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? AB = 6 സെന്റിമീറ്റർ. അതേപോലെ PQ = 3 സെന്റിമീറ്റർ. അതേപോലെ QC = 5 സെന്റിമീറ്റർ. ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ കാണാൻ പറഞ്ഞ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അല്ലെ? നമ്മൾ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞത് ഈ ഭാഗത്തുള്ളതിന്റെയും ഈ ഭാഗത്തിന്റെയും നീളങ്ങൾ കണക്കാക്കാനാണ് നമ്മൾ പറഞ്ഞത്. അഥവാ ആരൊക്കെയാണ് നമ്മൾ കാണാൻ പറഞ്ഞത്? PB യുടെയും AB യുടെയും ലെങ്ത്തുകൾ കാണാനാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്തൂടെ? ഇവിടെ റേഷ്യോ കണ്ടെത്താൻ പറ്റും. കാരണം എന്താ? ഇവിടെ നമുക്ക് ലെങ്ത്തുകൾ ഉണ്ട്. എന്നാ വേഗം എന്ന് പറയുന്ന റേഷ്യോ വരുമ്പോ അല്ലെ, PQ = QC എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 3:5. അത് ആരുമായിട്ട് ഈക്വൽ ആവും നമ്മൾ പറഞ്ഞിരിക്കണേ അല്ലെ? PB = PA യുമായിട്ട് ആരുമായിട്ട് ഈക്വൽ ആവും? PQ = QC എന്ന് പറഞ്ഞാൽ 3:5 ആയി. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുമ്പോ അല്ല, ഈ റേഷ്യോ എന്ന് പറയുമ്പോ 3 റേഷ്യോ ആണ്. ഈ റേഷ്യോ എന്ന് പറയുമ്പോ 5 ആയി മാറി. അപ്പൊ PB = PA എന്നായി മാറി. ഇനി നമുക്ക് PB യുടെ ലെങ്ത് കാണാൻ ബുദ്ധിമുട്ടില്ല. ഈ ടോട്ടൽ ലെങ്ത് നമ്മളെ കയ്യിലുണ്ട് 6 ഉണ്ട്. എന്ന് വേഗം പറഞ്ഞാൽ PB യുടെ അല്ലെങ്കിൽ PB യുടെ നീളം നമ്മൾ എഴുതിയിരുന്നു അങ്ങനെ equal to എങ്ങനെ എഴുതിയിരുന്നു? ഇവിടെ റേഷ്യോ എന്ന് അറിയുമ്പോ
ഇവിടെ നമ്മൾ കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു? പി ബി ഈസ്റ്റ് അല്ലെങ്കിൽ പി എ ഈക്വൽ ടു 3:5 ആണ്. അപ്പൊ പി ബിയുടെ നീളമാണ് ചോദിച്ചിട്ടില്ല. അപ്പൊ പി ബി ഇവിടെ 3 ആണ്. അപ്പൊ 3 ആദ്യം എടുത്ത് എഴുതി. ഡിവൈഡഡ് ബൈ ഈ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്യുക അല്ലെ, ഈ അംശബന്ധങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പൊ 3 കൂട്ടണം 5 അല്ലെ. അപ്പൊ പി ബി അംശബന്ധം പി എ സമം പി ക്യു അംശബന്ധം ക്യു സി എന്ന് പറഞ്ഞാൽ 3:5 എന്ന് കിട്ടി. നമ്മൾ ഇനി എന്ത് കണ്ടിട്ടാണ്? പി ബിയുടെ നീളം കണ്ടത്. അത് പി ബി ആയാലും പി ബി ആണെങ്കിലും ഒന്ന് തന്നെയാണ്. പി ബിയുടെ നീളം എന്ന് പറഞ്ഞാൽ ഈ പി ബി ഇവിടെ ഈ ഭാഗത്താണ് 3 അല്ലെ, പി ബിയുടെ നീളം. പിന്നെ 3 എടുത്തു അംശബന്ധം, പിന്നെ ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞിട്ടില്ല. ഇത് മൊത്തം നീളം ആരാണ്? എ ബി ആണ്. സമം 3/8 ഗുണിക്കണം എ ബി എന്ന് പറയുമ്പോ എത്ര? 6 സമം 6 3 18. 18/8. അപ്പൊ 18/8 ഹരിച്ചു നോക്കുക. 8 എത്ര ലക്ഷം പോകും? 2 × 8 എന്ന് പറഞ്ഞാൽ 16, പിന്നെ 20 അല്ലെ. പോയിന്റ് എത്ര? 2 × 2 16 അല്ലെ, പിന്നെ 4, പിന്നെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ 5. അപ്പൊ 2.25 ആണ് ഇതിന്റെ നീളത്തിന്റെ വരുന്നത്. 2.25 സെന്റിമീറ്റർ ആണ്. ഇനി അടുത്തത് പി എയുടെ നീളം കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ പി എയുടെ നീളം സമം പി എ എന്ന് പറയുമ്പോ ഇതാണ്. ഇത് എവിടെ വരുന്നത്? ഇവിടെ എന്താണ്? 5 ആണ്. അപ്പൊ 5 ആദ്യം എഴുതി, ഹരിക്കണം ഈ അംശബന്ധം കൂട്ടുക. അപ്പൊ 3 കൂട്ടണം 5 ഇൻറ്റു ഗുണിക്കണം ആരാണ്? എ ബി. അപ്പൊ എന്ത് കിട്ടി? അല്ലെ, 5. ഇതെങ്ങനെ കിട്ടിയ മനസ്സിലായില്ല? പി എന്ന് പറഞ്ഞാൽ 5. ആ 5 ആദ്യം എഴുതി, ഹരിക്കണം രണ്ടും കൂട്ടി. ഇനി 5 ഹരിക്കണം 8. എ ബിയുടെ നീളം എന്ന് പറഞ്ഞാൽ 6. 6 5 30. 30/8. ഇനി എന്ത് ചെയ്യാം? 30നെ 8 കൊണ്ട് ഹരിക്കുക അല്ലെ, 8. അപ്പൊ എത്ര കിട്ടും? അല്ലെ, 3 × 3 24. 6 0 കൊടുത്തു, പോയിന്റ് ഇട്ട്. 7 × 8 അല്ലെ, 7 × 8 എത്ര വരുന്നത്? 56 അല്ലെ. 7 × 8 56, 0 കൊടുത്തു. ഇനി എത്ര വശം പോകും? 8ല് 5 പ്രാവശ്യമേ പോകുള്ളൂ. 5 × 8 എന്ന് പറഞ്ഞാൽ 40. അപ്പൊ എത്ര കിട്ടി നമുക്ക്? അല്ലെ, 3.75 സെന്റിമീറ്റർ ആണ് എ ബിയുടെയും അതേപോലെ പി ബിയുടെയും നീളങ്ങൾ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? എ ബി സി ഡി എന്ന സമാന്തരത്തിൽ എ ബിയിലെ പി എന്ന ബിന്ദുവിലൂടെ പി സിക്ക് സമാന്തരമായി വരക്കുന്ന വര എ സിയുമായി ക്യൂയിൽ കൂട്ടിമുട്ടുന്നു. ക്യൂവിലൂടെ എ ബിക്ക് സമാന്തരമായി വരക്കുന്ന വര എ ഡിക്കും ആറിൽ കൂട്ടിമുട്ടുന്നു. അപ്പൊ എ ബി ബൈ പി ബി സമം എ ആർ ബൈ ആർ ഡി എന്ന് തെളിയിക്കുക. എ പി ബൈ എ ബി സമം എ ആർ ബൈ എ ഡി എന്ന് തെളിയിക്കുക. ഇതാണ് നമ്മൾ ചിത്രം തന്നിരിക്കുന്നത്. എ ബി സി ഡി എന്നൊരു സമാന്തരികത്തിലാണ്. എ ബി എന്ന വരക്ക് പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു അല്ലെ. അതുപോലെ ബി സി എന്ന വര ബി സിക്ക് സമാന്തരമായി വരക്കുന്ന വര എ വരക്കുന്ന വരയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എ സി, ഇതാണ് എ സി എന്ന വര, അത് ക്യൂ എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടും. അപ്പൊ പി ക്യൂക്ക് സമാന്തരമാണ് പി സി എന്ന് കിട്ടി. അതേപോലെ എന്ത് പറഞ്ഞു? ക്യൂ എന്ന ബിന്ദു എ ബിക്ക് സമാന്തരമായി പോകുന്നു. അപ്പൊ കിട്ടി. ഇതൊക്കെ ഈ സമാന്തര വരക്കാണ് ഇത് സമാന്തരമായി പോകുന്നതാണ്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാൻ പോവാം. അപ്പൊ എന്താ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? എ ബി ബൈ പി ബി ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി ആണ്. അതിന് വേണ്ടിയിട്ട്, അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ത്രികോണം സെലക്ട് ചെയ്യാണ്. ത്രികോണം എ ബി സി അല്ലെ. അപ്പൊ എ ഇതാണ്, ഇങ്ങനെ പോയി ഞാൻ എന്ത് ചെയ്തു? ഇങ്ങനെ പോയൊരു ത്രികോണം സെലക്ട് ചെയ്യാൻ പോവാണ്. ത്രികോണം എ ബി സി എടുക്കാൻ പോവാണ്. ഓക്കെ, ആ ത്രികോണത്തിന് ഇത് മാറ്റി വരച്ചു. അപ്പൊ അതിവിടെ താഴോട്ടുള്ള വര ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നീട്ടി വരച്ചു. അപ്പൊ എന്താണ്? ത്രികോണം എ ബി സി. ഇതിന്റെ അംശബന്ധം ഒന്ന് എഴുതിക്കാണി അല്ലെ. എങ്ങനെ എഴുതാ? എ ക്യു അംശബന്ധം ക്യു സി എഴുതി കൂടെ. എ ക്യു അംശബന്ധം ക്യു സി ആരുമായിട്ട് തുല്യാണ്? എ ബി അംശബന്ധം അല്ലെ, ആരുമായിട്ട്? പി ബിയുമായിട്ട്. ശരിയാണ്. ഇതിനെങ്ങനെ മാറ്റി എഴുതാ? എ ക്യു ബൈ ക്യു സി സമം എ പി ബൈ പി ബി ആക്കി വന്നു. ഓക്കെ, ഇതിനെ ഒന്നാമത്തെ സമവാക്യമായിട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ അടുത്ത ത്രികോണം എടുക്കുകയാണ്. ത്രികോണം എ
ഡി സി എന്ന് പറഞ്ഞാൽ ഈ ത്രികോണാക്കി എടുത്തു. ഇങ്ങനെ വരുന്ന ഒരു ഭാഗം കൂടി ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, അത് ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പൊ ഒരു അംശബന്ധം പറഞ്ഞാണ് ഏതാണ് ത്രികോണം, ത്രികോണം എ ഡി സി അല്ലെ, എ ക്യു അംശബന്ധം അല്ലെ, ക്യു സി എന്ന് പറഞ്ഞാൽ അല്ലെ, എ ക്യൂക്ക് അംശബന്ധം ആരായിട്ട് വരുന്നത് അല്ലെ, എ ആർ അംശബന്ധം ആർ ഡി ആണ്. ഇതിനെ മാറ്റി എഴുതി അല്ലെ, എ ഈസ് ടു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്, എ ഈസ് ടു ബി എന്ന് പറയുമ്പോൾ എ ബൈ ബി ഫോം ആണ്. അതേപോലെ ബൈ ക്യു സി എന്ന് പറഞ്ഞാൽ എ ആർ ബൈ ആർ ഡി എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്കറിയാം എ ക്യു ബൈ അല്ലെ, എ ക്യു ബൈ ക്യു സി എന്ന് പറയുമ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു ആരാണ് അല്ലെ, എ പി ബൈ പി ബി ആണ്. അത് ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാം. എന്താണ് അല്ലെ, എ ക്യു ബൈ ക്യു സി എന്ന് പറയുമ്പോൾ എ പി ബൈ പി ബി ആണ്. അപ്പൊ എന്ത് ചെയ്തു, എ പി ബൈ അല്ലെ പി ബി സമം എന്തായി, എ ആർ ബൈ ആർ ഡി എന്നാണ്. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞത് അല്ലെ, എ പി അല്ലെ, എ പി ബൈ പി ബി സമം എ ആർ ബൈ ആർ ഡി ആണ്. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞത്, കിട്ടിയല്ലോ അല്ലെ. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞത്, എ പി ബൈ പി ബി സമം എ ആർ ബൈ ആർ ഡി ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതേപോലെ ഇനി എന്ത് ചെയ്യാ, രണ്ടാമതും തെളിയിക്കാം. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുക, നമ്മുടെ എ പി ബൈ എ ബി സമം എ ആർ ബൈ എ ഡി എന്ന് തെളിയിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തു, ഈ ത്രികോണം നമ്മൾ നേരത്തെ പോലെ ഇതേപോലെ ത്രികോണം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പൊ ത്രികോണം ഏതെടുത്തത്, ത്രികോണം എ ബി സി ആണ് എടുത്തത്. ഇവിടെ ഒന്നാമത്തത് ഞാൻ എ ക്യു അംശബന്ധം എടുത്തു, ഇവിടെ മൊത്തമാക്കി എടുക്കുകയാണ്. മറ്റേ നമ്മൾ ആദ്യം എടുത്തത് എ ക്യു അംശബന്ധം ക്യു സി ആക്കി എടുത്തിരുന്നു, അതിന് പകരം ഞാൻ എ ക്യു അംശബന്ധം എ സി ആക്കി എടുക്കുകയാണ്. അപ്പൊ എ ക്യു അംശബന്ധം എ സി സമം ഇവിടെ അങ്ങനെ എടുക്കുമ്പോൾ എന്താവും, എ പി അംശബന്ധം മൊത്തമാക്കി എടുക്കുക, എ ബി എന്നായി വരും അല്ലെ, എ ബി. ഇനി എന്തിനു മാറ്റി എഴുതി, എ ക്യു ഹരിക്കണം എ സി സമം എ പി ബൈ എ ബി എന്ന രീതിയിൽ എഴുതി. ഇവിടെ ചെയ്തത് എങ്ങനെയാണോ അല്ലെ, എ ക്യു അംശബന്ധം എ സി സമം എ പി അംശബന്ധം എ ബി ആക്കി എടുത്തു. ഇനി ഇതേപോലെ മുകളിലത്തെ ത്രികോണം എടുക്കുക, ത്രികോണം എ ഡി സി എന്ന് എടുത്തു. അപ്പൊ ത്രികോണം ഇങ്ങോട്ട് മാറ്റി വരച്ചു. അപ്പൊ എന്താക്കി, ത്രികോണം എ ഡി അല്ലെ, എ ഡി സി ആക്കി എടുത്തു. ഇനി അംശബന്ധം ഏതാ അല്ലെ, എ ക്യു അംശബന്ധം അല്ലെ, എ ക്യു അംശബന്ധം എ സി ആക്കി എടുത്തു. എ സി സമം പിന്നെ എന്താക്കി എടുക്കുക, എ ആർ അംശബന്ധം എ ഡി ആക്കി എടുക്കുക. മുഴുവനാക്കി എടുക്കണേ, എ ആർ അംശബന്ധം എ ഡി. ഇത് ഹരിക്കുമ്പോൾ എന്താവും, എ ക്യു ബൈ എ സി സമം അല്ലെ, അംശബന്ധം മാറ്റിയത് എ ആർ ബൈ എ ഡി. നമുക്കറിയാം എ ക്യു ബൈ എ സി എന്ന് പറഞ്ഞാൽ തൊട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് എ ക്യു ബൈ എ സി എന്ന് പറഞ്ഞാൽ എ പി ബൈ എ ബി ആക്കിയിട്ടുണ്ട്. അത് നേരെ ഇവിടെ എഴുതി വെക്കുക. എന്താണ് അല്ലെ, എ ക്യു ബൈ എ സിക്ക് പകരം എന്താണ് എ പി ബൈ ആരാണ് എ ബി എഴുതി സമം എ ആർ ബൈ എ ഡി എന്നാക്കി എഴുതി. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ രണ്ട് ക്വസ്റ്റ്യനും തെളിയിച്ചു കഴിഞ്ഞു അല്ലെ. എ പി ബൈ എ പി സമം എ ആർ ബൈ എ ഡി ആണ് നമ്മൾ പറഞ്ഞത്. അത് ക്ലിയർ ആയല്ലോ. ഇനി എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ചുവടെയുള്ള ചിത്രത്തിൽ ഒരു സമാന്തരികത്തിന്റെ രണ്ട് മൂലകളെ രണ്ട് വശങ്ങളായി ബിന്ദുക്കളായി യോജിപ്പിച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഒരു സമാന്തരികം തന്നിട്ടുണ്ട്, അതിന്റെ ഇവിടുന്ന് വികരണം വരച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ചിട്ടുണ്ട് കട്ട് ചെയ്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് ഈ വശത്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇല്ല, ഇതിന്റെ മധ്യബിന്ദുവാണ് ഇങ്ങോട്ട് യോജിപ്പിച്ചിട്ടുള്ളത്, ഇതിനെ വരച്ചിട്ടുണ്ട്, ഇവിടെ മധ്യബിന്ദു യോജിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വരകൾക്ക് ത്രികോണത്തിലെ വികരണങ്ങൾക്ക് മൂന്ന് സമഭാഗങ്ങളാണ് തെളിയിക്കാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഈ നീളവും ഈ നീളവും ഈ നീളവും എന്താണ് തുല്യമാണെന്ന് തെളിയിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ ചിത്രം ഒന്ന് മാറ്റി വരച്ചു, എ ബി സി എന്ന് മാറ്റിയിട്ടു. അപ്പൊ നമുക്ക് എന്താണ് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് അല്ലെ, എന്താണ് എ അല്ലെ. ഇനി ഇവിടെ ഒരു പേര് കൊടുക്കാം നമുക്ക്, പിന്നെ കൃത്യം ഇവിടെ ഇങ്ങനെ കാണിക്കണം, ഒരു പേര് കൊടുത്തു എമ്മും എന്നും. നമ്മൾ തെളിയിക്കാൻ പറഞ്ഞത് എ എമ്മും എം എന്നും എൻ സിയും തമ്മിൽ എന്താണ് തുല്യമാണ് തെളിയിക്കാനാണ് പറഞ്ഞത്. ക്വസ്റ്റ്യൻ പറഞ്ഞത് എ ബി സി ഡി എന്നൊരു സമാന്തരികമാണ്, ഇതിനെ അല്ലെ മൂലയിൽ നിന്ന് ഇതിനെ മധ്യബിന്ദുവിലേക്ക് യോജിപ്പിച്ചിട്ടുണ്ട്, ഇതിന്റെ മൂലയിൽ നിന്ന് ഇതിനെ മധ്യബിന്ദുവിൽ യോജിപ്പിച്ചിട്ടുണ്ട്, ഒരു വികരണം വരച്ചിട്ടുണ്ട്. അങ്ങനെ വികരണങ്ങൾ വരച്ചുമ്പോൾ ഇതിനെ സമഭാഗം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അഥവാ എ എമ്മും എം എന്നും എൻ സിയും തമ്മിൽ എന്താണ് തുല്യമാണെന്ന് തെളിയിക്കാനാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നൊരു രീതിയിൽ തന്നെ പോകാം.
അപ്പൊ നമുക്ക് എന്താ പറഞ്ഞിട്ടില്ല നമ്മളോട് അല്ലെ ക്വസ്റ്റ്യൻ പറയണേ എ ബി സി ഡി എന്താണ് ഒരു സമാന്തരികമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ സമാന്തരികമാണ് അല്ലെ സമാന്തരികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെന്ത് പറഞ്ഞേ എ ബിയുടെ മധ്യബിന്ദുവാണ് എസും സി ഡിയുടെ മധ്യബിന്ദുവാണ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാ എ ബി കോമ സി ഡിയുടെ മധ്യ ബിന്ദുക്കളാണ് ആര് അല്ലെ എസും ക്യൂവും അല്ലെ എ ബി സി ഡി എന്നൊരു സമാന്തരികമാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ എ ബിയുടെ മധ്യബിന്ദുവാണ് എസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡി സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ ബിയുടെ മധ്യബിന്ദുവാണ് അല്ലെ എസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സമാന്തരികത്തിന്റെ ഒരു കണ്ടീഷൻ അറിയായിരുന്നു. എന്ത് ചെയ്യുന്നു എ ബിക്ക് അതേപോലെ ഡി സിയും തമ്മിൽ എന്തായിരിക്കും തുല്യമായിരിക്കും. എതിരെ വരുന്ന വശങ്ങൾ എന്തായിരിക്കും തുല്യമായിരിക്കും എന്നും കൂടി നമുക്കറിയാം അല്ലെ ഏത് സമാന്തരികത. അപ്പൊ എതിരെ വരുന്ന വശങ്ങൾ എന്ന് പറഞ്ഞാൽ എ ബിക്കും അതേപോലെ ഡി സിയും തമ്മിൽ എന്തായിരിക്കും തുല്യമാണ്. എന്താ പറയുന്നത് സമാന്തരികത റിസൾട്ട് അറിയാം എ ബിയും ഡി സിയും തമ്മിൽ തുല്യമാണ്. പിന്നെ അതേപോലെ നമുക്ക് അറിയാം എ ബിയുടെ മധ്യബിന്ദുവാണ് എസ് എന്ന് പറഞ്ഞാൽ ഈ എ എസും എസ് ബിയും തമ്മിൽ തുല്യാണല്ലോ. അപ്പൊ എ എസ് ഈക്വൽ ടു എസ് ബി. അതേപോലെ ക്യൂ മധ്യബിന്ദു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയാം ഡി ക്യൂവും ക്യൂ സിയും തമ്മിൽ എന്താണ് തുല്യമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഈ മുകൾ ഭാഗത്ത് വരുന്ന ഈ അല്ലെ ഇങ്ങനെ വരുന്ന ഒരു ത്രികോണം മാറ്റിയിട്ട് വരയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അംശബന്ധം ഒന്ന് എഴുതാം. ഇവിടെ 3 വരകൾ ഉണ്ടല്ലോ 1 2 3 ഇങ്ങോട്ടൊക്കെ വരയ്ക്കണമെങ്കിൽ 3 വരകൾ വരും. അപ്പൊ ഇതിന്റെ അംശബന്ധം ഒന്ന് എഴുതാം. എങ്ങനെ എഴുതാം അല്ലെ നമ്മളൊന്ന് എഴുതി നോക്കി. അത് ഞാൻ ഇവിടുന്നാണ് തുടങ്ങുന്നത്. mn അംശബന്ധം mc ഇങ്ങോട്ടാണ് എഴുതുന്നത്. ഈ ഭാഗം ഒന്ന് ഒഴിവാക്കുകയാണ് അല്ലെ. അപ്പൊ 1 2 ഇങ്ങനെ വരച്ചിട്ട് പോകുന്ന രീതിയാണെങ്കിൽ mn അംശബന്ധം എങ്ങനെ എഴുതി ഞാന് അംശബന്ധം mc സമം ഇവിടെ വരാം ഇതിന് നേരെ വരുന്നത് dq അംശബന്ധം qc ആണ്. ഒന്നുകൂടിയും പറയാണ് ഞാൻ ചെയ്തത്. ആദ്യം മുകളിലത്തെ ഇങ്ങനെ എടുത്ത് മാറ്റി വരച്ചു. അപ്പൊ ഇത് ഇവിടുത്തെ ഈ ഭാഗം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പൊ mn അംശബന്ധം ഇങ്ങോട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഈ വശവും ഈ വശമായിട്ട് എഴുതിയത് അംശബന്ധം mn അംശബന്ധം mc ഈക്വൽ ടു dq ഈസ് ടു qc. ഇവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ വശം കിട്ടുന്നില്ല അല്ലെ. എം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളൊരു വശം വരുന്നില്ലല്ലോ അല്ലെ. എ ഡി എന്ന് പറയുന്നു. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ സമാന്തരമായിട്ട് വരുന്നില്ല. ഇങ്ങനൊരു ചെരിഞ്ഞിട്ടാ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ mn എന്നാക്കി എടുത്തത് ഇങ്ങോട്ട് ആക്കി സെലക്ട് ചെയ്യുന്നത്. ഓക്കെ ഇതിനെ താഴത്തെ എഴുതാം. mn ഹരിക്കണം nc സമം dq ഹരിക്കണം qc. ഇനി നമുക്കറിയാം അല്ലെ ഇവിടെ dqയും qcയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കി അല്ലെ. dqയും qcയും തമ്മിൽ എന്താണ് തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ mn ഹരിക്കണം nc സമം dq ബൈ qc എന്ന് പറഞ്ഞാൽ dqവും qcയും തമ്മിൽ എന്താണ് തുല്യാണ്. അപ്പൊ ഇത് രണ്ടും വെട്ടിപ്പോയി ബാക്കി എന്തേ ഉണ്ടാവുകയുള്ളൂ അവിടെ അല്ലെ. mn ഹരിക്കണം nc സമം അല്ലെ 1 എന്ന് പറഞ്ഞതിന് അങ്ങോട്ട് ഗുണിച്ച് നോക്കി കഴിഞ്ഞാൽ എന്താവും mn സമം 1 ഗുണിക്കണം nc. അപ്പൊ mn സമം nc എന്ന മാത്രമേ അളവുണ്ടാകൂ. അപ്പൊ എന്ത് കിട്ടി mn സമം nc എന്ന രീതി കിട്ടി. ഇനി ഇതേപോലെ നമ്മൾ താഴത്തെ ഭാഗം മാറ്റുക. അപ്പൊ നമുക്ക് ഇവിടെ അംശബന്ധം എഴുതുന്നത് വീണ്ടും ഞാൻ ഈ ഭാഗം ചെരിഞ്ഞിട്ട് വരുന്നത്. അതുകൊണ്ട് ഈ ഭാഗം ഒന്ന് ഒഴിവാക്കുകയാണ്. ബാക്കി ഇങ്ങോട്ട് എഴുതുകയാണ്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം വീണ്ടും അല്ലെ am അംശബന്ധം mn എന്നാക്കി എഴുതാം അല്ലെ. am അംശബന്ധം mn സമം as അംശബന്ധം sb ആക്കി എഴുതി. അപ്പോ am ഹരിക്കണം mn സമം അല്ലെ as ഹരിക്കണം sb ആയി മാറും. ഇനി asഉം asbയും തമ്മിൽ എന്തെങ്കിലും തുല്യം ഉണ്ടോ നോക്കുക അല്ലെ. asഉം sbയും തമ്മിൽ എന്താണ് തുല്യമാണ് നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ. കാരണം എന്താ s മധ്യബിന്ദുവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ am ഹരിക്കണം mn സമം അല്ലെ sbയുടെ സ്ഥാനത്ത് ആരെഴുതിയാൽ മതി as എഴുതി. അപ്പൊ as സമം ആരുമായിട്ട് തുല്യാണ് അല്ലെ sbയുമായിട്ട് തുല്യം. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യും വെട്ടിപ്പോകും. അപ്പൊ ബാക്കിയുള്ള ഭാഗം ഞാൻ ഇവിടെ എഴുതാണ്. അപ്പൊ എന്താവും am ഹരിക്കണം mn സമം 1.
അപ്പൊ എന്താവും AM സമം 1 into mn എന്ന് പറഞ്ഞാൽ AM equal to mn ആയി മാറും. അപ്പൊ തൊട്ട് മുമ്പ് നമ്മള് mn എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് തുല്യമാണെന്ന് പറഞ്ഞു നമ്മള് അല്ലെ, NC യുമായിട്ട് തുല്യാണ്. mn ആരുമായിട്ട് തുല്യം കൂടിയാണ്, AM-ഉമായിട്ടും തുല്യം എന്ന് പറഞ്ഞാൽ ഈ നീളവും ഈ നീളവും ഈ നീളവും എന്താണ്, തുല്യ നീളങ്ങളാണെന്ന് പറയാൻ പറ്റി. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ അതിലെ ഈ മൂന്നിനെയും സമഭാഗം ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടെത്തി അല്ലെ. AM equal to mn equal to NC എന്ത് ചെയ്തു, നമ്മളിപ്പോ കണ്ടെത്തി കഴിഞ്ഞു. ഒന്നുമില്ല, ക്വസ്റ്റ്യന് ആദ്യം ഞാൻ ഇങ്ങനെ എടുത്തു, ഈ ത്രികോണാക്കി എടുത്തു. അപ്പൊ ഇത് നമ്മൾ അംശബന്ധം കണ്ടെത്തി. പിന്നെ അത് കഴിഞ്ഞ് അപ്പൊ കിട്ടിയത് mn equal to NC ആണ്. പിന്നെ ഇങ്ങോട്ട് എടുത്തു, അപ്പൊ ഇത് തമ്മിൽ എടുത്തു. കാരണം ഈ ഭാഗം ഒഴിവാക്കി, ഈ ഭാഗം ഒഴിവാക്കണം, കാരണം ചെരിഞ്ഞിട്ടാണ് പോകുന്നത് അല്ലെ, വശങ്ങളായിട്ട് വരുന്നില്ല, അതുകൊണ്ട് ഒഴിവാക്കി എന്നുള്ളൂ. ഇത് രണ്ടും കണ്ടെത്തിയപ്പോ എന്താ, mn equal to NC equal to AM എന്ന രീതിയിൽ കിട്ടി. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? ABC എന്ന ത്രികോണത്തിൽ BC യിലെ P എന്ന ബിന്ദുവിലൂടെ AC-ക്ക് സമാന്തരമായി വരക്കുന്ന വര AB-യുമായി Q-യിലേക്ക് കൂട്ടിമുട്ടുന്നു. ഒന്നുമില്ല, AC-ക്ക് സമാന്തരമായി ആര് വരച്ചു, QP വരച്ചു. പിന്നെ AP-ക്ക് സമാന്തരമായി ആര് വരച്ചു, QR വരച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് തെളിയിക്കാൻ പറഞ്ഞു നമ്മളോട് അല്ലെ, ഈ PB ഹരിക്കണം PC സമം PR by RP എന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമ്മൾ തെളിയിക്കാൻ പറയുന്നത് PB by PC സമം PR by RP ആണ്. അപ്പോ എന്താണ്, AC-ക്ക് സമാന്തരമായി വരച്ചത് QP ആണെന്ന് പറഞ്ഞു, AB-ക്ക് സമാന്തരമായി വരച്ചത് QR എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് തെളിയിക്കാനാ പറഞ്ഞത്. അപ്പൊ ഈ ഫിഗർ ഇങ്ങോട്ട് മാറ്റി വരച്ചു. ഞാൻ ആദ്യം എഴുതിയത് AC-ക്ക് സമാന്തരമായി QP എന്ന് എഴുതി. അപ്പൊ ഇതെങ്ങനെ നമുക്ക് റേഷ്യോയിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഈ ഫിഗർ കാണുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ആവശ്യമില്ലാത്ത ഫിഗറൊക്കെ ആ ലൈൻസ് ഒക്കെ മായ്ക്കാൻ പോവാണ്. ഇത് A എന്ന് പേര് കൊടുത്തു, ഇവിടെ C എന്ന് പേര് കൊടുത്തു. ഇവിടെ നമുക്ക് ലൈന് QB എന്ന ലൈനാണ് ഉള്ളത്, ആ ലൈന് വരച്ചു. ഇവിടെ Q കൊടുത്തു, ഇവിടെ P എന്ന് പേര് കൊടുത്തു, ഇവിടെ B എന്ന്. ഈ നേരെ അംശബന്ധം എഴുതി കാണിയും. എങ്ങനെ എഴുതാ, BQ അംശബന്ധം QA ഈക്വൽ ടു BP അംശബന്ധം PC ആക്കി എഴുതാം. അപ്പൊ എങ്ങനെ എഴുതി, BQ അംശബന്ധം QA സമം PB അംശബന്ധം PC ആക്കി എഴുതി. എന്ന് പറഞ്ഞാൽ PQ ഹരിക്കണം QA ഈക്വൽ ടു PB by BC ആക്കി എഴുതി. ഇനി ഇതേപോലെ എന്ത് ചെയ്യാ, അടുത്തത് ആർക്കാണ്, AP-ക്ക് സമാന്തരമായി QR വരച്ചു എന്നാണ്, അത് എഴുതി. അപ്പൊ ആ ത്രികോണം ഒന്ന് മാറ്റി വരക്കുക. അപ്പൊ ത്രികോണം ഇങ്ങനെ വരുന്നു. ഇവിടെ ഞാൻ P എന്ന് പേര് കൊടുത്തു, ഇതിന് A എന്ന് പേര് കൊടുത്തു. ഇവിടെ ആരാ വരുന്നത്, Q എന്ന് പേര് കൊടുത്തു. ഇവിടെ R വന്നു, ഇവിടെ B വന്നു അല്ലെ. അപ്പൊ എവിടെ ആദ്യം നമ്മൾ വരച്ചപ്പോ ഇത് രണ്ടും ഒഴിവാക്കി അല്ലെ, രണ്ടാമത്തെ വരച്ചപ്പോ ഇതും ഞാൻ എന്ത് ചെയ്തു ഇല്ലെ, ഇത് രണ്ട് സ്റ്റാർ ഇട്ടു, ഇത് രണ്ടും ഒഴിവാക്കി എന്ന രീതിയിലാണ്. അപ്പൊ എങ്ങനെ അംശബന്ധം, PQ അംശബന്ധം QA സമം PR അംശബന്ധം RP ആണ് അല്ലെ. അപ്പൊ എന്താണ്, PQ അംശബന്ധം QA സമം BR അംശബന്ധം RP ന് തിരിച്ചു എഴുതുമ്പോ എന്താവും, PQ അംശബന്ധം QA സമം അല്ലെ BR അംശബന്ധം RP. ഇവിടെ നോക്കുക, PQ by QA-യും ഇത് രണ്ട് തുല്യാണ്. അപ്പൊ ഇത് ഒരുമിച്ച് തന്നെ എഴുതാം, നമ്മൾ നേരത്തെ പ്രോബ്ലത്തെ പോലെ. അപ്പൊ PB by PC സമം PR by RP ആക്കി എഴുതാം അല്ലെ, PR by അല്ലെ PRP ആക്കി എഴുതാം. ഓക്കെ, എന്താണ് പറഞ്ഞത്, PQ by Qക്ക് പകരം ഞാൻ ആരെഴുതി, PB by PC എഴുതി. പിന്നെ BR ഹരിക്കണം RP ആക്കി. ഇതല്ലേ നമ്മൾ തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ, ഇത് അല്ലെ, PB by PC സമം BR by RP എന്ന് എഴുതി എന്ത് ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു, തെളിയിച്ചു കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയി.